അവിഹിതമാണോ വിഹിതമാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടറിയേണ്ട ഒന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നിനെ കുറിച്ചല്ല, ഈ കൊല്ലം പുറത്തിറങ്ങിയ അവിഹിതം എന്ന് പറയുന്ന മൂവിനെ കുറിച്ചാണ്. പറഞ്ഞു വരുമ്പോൾ പടം ഡീൽ ചെയ്യുന്നതും അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അവിഹിതമാണോ വിഹിതമാണോ എന്നുള്ള ചർച്ചാ വിഷയമാണ് പടം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ആ രീതിയിൽ പടം കാണുക. സെന്ന ഹെഗ്ഡെ ആണ് ഈ പടത്തിന്റെ ഡയറക്ടർ. ഇദ്ദേഹത്തിന്റെ ഇതിനു മുമ്പത്തെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞിട്ട് പടമാണ്. അതിന്റെ ഒരു ടെംപ്ലേറ്റ് തന്നെയാണ് ഇതിനകത്തും പിടിച്ചിരിക്കുന്നത്. ഒരു ചെറിയ പ്ലോട്ട്, അതിനെ വെച്ചിട്ട് മുമ്പോട്ട് പോവുക. അതായത് ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയാണ് പുള്ളി മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ കഥേനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അവിഹിത കഥ തന്നെയാണ് പറയുന്നത്. ഒരു ചെറുപ്പക്കാരൻ ഈ പറഞ്ഞ പോലെ രാത്രിയിൽ ഒരു അവിഹിതം കാണുന്നതും അത് ആരാണ് എന്ന് പുള്ളിക്ക് ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അത് ആരാണെന്ന് കണ്ടുപിടിക്കാനും അവരെ കൈയോടെ പൂട്ടാനും അങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടിരിക്കുന്നവരെ വലിയ ലാഗടിപ്പിക്കാതെ തന്നെ ആദ്യമേ തന്നെ പടത്തിന്റെ കഥയിലേക്ക് നമ്മളങ്ങ് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സിറ്റുവേഷണൽ കോമഡി കാര്യങ്ങൾ അതുപോലെ ഡയലോഗ് ഡെലിവറീസ് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറീസ് ആണ്. അഭിനയിച്ചിരിക്കുന്നവരുടെ അഭിനയങ്ങളും അവരുടെ ഡയലോഗ് ഡെലിവറീസ് ഒക്കെ ആണെങ്കിലും വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൻപുറത്താണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇവരുമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. 1.25 മണിക്കൂറാണ് പടമുള്ളൂ. പടത്തിന്റെ ദൈർഘ്യം വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും തന്നെ ലാഗ് അടിക്കാതെ പടം ഒറ്റയിരിപ്പിൽ തന്നെ ഫുള്ള് കണ്ടു തീർക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അനാവശ്യമായ രംഗങ്ങളോ കാര്യങ്ങളോ പാട്ടുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് 1.25 മണിക്കൂർ പടം വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മുടെ വിജയുടെ കത്തി സിനിമയിലെ റെഫറൻസ് ഒക്കെ വരുന്നുണ്ട്. അതെനിക്ക് നല്ലൊരു കോമഡിയൊക്കെ ആയിട്ട് തോന്നി. ഇതിൻ്റെ ക്ലൈമാക്സ് ആണ് ശരിക്കും കോൺട്രവേഴ്സി. ഈ പടത്തിൻ്റെ ഡയറക്ടർ ഇതിനു മുമ്പ് എടുത്ത പടം എന്ന് പറയുന്നത് തിങ്കളാഴ്ച എന്ന് പറഞ്ഞിട്ടൊരു പടമാണ്. അത് കണ്ടവർക്ക് അറിയാം അതിൻ്റെ ഒരു ലെവൽ എന്താണെന്നുള്ളത്. അതായത് ഒരു മെയിൽ ഷോവിനിസ്റ്റ് അല്ലെങ്കിൽ ഒരു ആണുങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന, അതായത് കേരളത്തിലെ ആണുങ്ങൾക്കാണല്ലോ മുൻതൂക്കം കൊടുക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണല്ലോ പുള്ളി പറയുന്നത്. പെണ്ണുങ്ങൾക്ക് റോള് വേണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ പുള്ളി പറയുന്നത്. ആ ഒരു കോൺട്രവേഴ്സി തന്നെയാണ് ഇതിനകത്തും പിടിച്ചിരിക്കുന്നത്. ഇതിലും പെണ്ണുങ്ങളുടെ കാര്യങ്ങളാണ് കൂടുതലും സംസാരിക്കുന്നത്. ആണുങ്ങളെ ചവിട്ടി തേക്കുന്ന രീതിയിലൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഇതിനകത്ത് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അവിഹിതമാണ്. ആ അവിഹിതം ചെയ്യാനുള്ള കാരണം അതൊക്കെയാണ് ഈ പടം പറയുന്നത്. ഇതിനകത്ത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ക്ലൈമാക്സ് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്കത് യോജിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഈ കാലത്ത് നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ലീഗലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ലീഗലായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റും. ഈ ഒരു അവിഹിതത്തിലോട്ടൊക്കെ പോവുക, എന്നിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യുക, അതിനെ വൈറ്റ് വാഷ് അടിച്ച് വെളുപ്പിക്കാൻ നോക്കുക ഈ അവിഹിതത്തെ, അതൊക്കെ പരമ്പ ബോറായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് അവിഹിതത്തിനൊരു പ്രൊമോഷൻ പോലെയാണ്. ഇന്നത്തെ കാലത്ത് അവിഹിതം ചെയ്താലും തെറ്റൊന്നുമില്ല, അങ്ങനത്തെ ഒരു മൈൻഡാണ് പറഞ്ഞു വിടുന്നത് പടം. അപ്പോൾ അതുകൊണ്ട് ക്ലൈമാക്സ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റിയില്ല. പക്ഷേ അവിഹിതത്തിന് പകരം വേറെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരതിന് ഈ അവിഹിതം എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷനൊക്കെ തരുന്നുണ്ട്. അത് നാട്ടുകാരുടെ മാനസികാവസ്ഥയൊക്കെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവമൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയാണ് ക്ലൈമാക്സ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കാണുക. പടം അത്യാവശ്യം ഒരു തവണ കണ്ടുവിടാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. അപ്പോൾ സമയമുള്ളവരൊന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പടത്തിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ ഓക്കെ, ബൈ, ശുഭദിനം.